ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് ചോറിനും അതേപോലെ തന്നെ ബിരിയാണിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സൈഡ് ഡിഷ്. ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാനും ഒന്നും വേറെ ഒരു സെപ്പറേറ്റ് യാതൊരു കറിയൊന്നും വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഇതേപോലെ കൊത്തി എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാവുള്ളൂ. വലിയ പീസായിട്ടൊക്കെ നമുക്ക് ബിരിയാണി സൈഡ് ഡിഷ് ഉണ്ടാക്കുമല്ലോ, അതേപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ശരിക്കും കൈകൊണ്ട് പിഴിഞ്ഞൊക്കെ എടുത്താൽ മാത്രമേ ആ സവാളയുടെ കുത്തലൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മളുടെ സൈഡ് ഡിഷ്, അതായത് കച്ചമ്പർ എടുത്തൊന്ന് കടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ പച്ചമുളക് കൂടി ഒന്ന് കടിച്ച് കഴിയുമ്പോഴത്തേക്കും നാക്കിൻ്റെ തുമ്പത്ത് പറ്റുന്ന ഒരു എരിവുണ്ടല്ലോ, നല്ല സുഖമായിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കാൻ പറഞ്ഞ കേട്ടോ. പിന്നീട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം. അതല്ല ഇനി ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ്. കാരണം ആ വിനാഗിരിയുടെ പുളിയും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കാണ് എനിക്കിതിൽ കൂടുതൽ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ശരിക്കും കൈ കൊണ്ട് തന്നെ തിരുമണം, എങ്കിൽ മാത്രമേ ഇതെല്ലായിടത്തും എത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്ന കാര്യം. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ അല്ലു.